إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആദ്യമായി ഉപദേശിക്കുകയാണ്. ജനങ്ങൾ മനസ്സമാധാനവും സ്വസ്ഥതയും അന്വേഷിച്ചുകൊണ്ട് ചില ആളുകൾ അവർ ഇസ്ലാം ദീനിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകുന്ന കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾക്കിടയിൽ മനസ്സമാധാനവും സ്വസ്ഥതയും അന്വേഷിച്ചുകൊണ്ട് ചില ആളുകൾ അവരെത്തിച്ചേരുന്നത് ത്വരീഖത്തിന്റെ വഴികളിലേക്കാണ്. ഈ ഒരു പ്രവണത ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഒട്ടനവധി ത്വരീഖത്തുകളുണ്ട്. ജീലാനി ത്വരീഖത്തെന്നും റിഫാഇ ത്വരീഖത്തെന്നും ആലുവ ത്വരീഖത്തെന്നും കുരുവട്ടൂരി ത്വരീഖത്തെന്നും അവസാനമായി വാർത്താ മാധ്യമങ്ങളിലൂടെ നാം കേട്ട കൊരൂൽ ത്വരീഖത്തെന്നും ഇങ്ങനെ പല പല ത്വരീഖത്തുകളും നമ്മുടെ നാടുകളിൽ വേരുറപ്പിക്കുകയാണ്. ആളുകളൊക്കെ അതിൽ ആകൃഷ്ടരായി അവിടെ പോയാൽ എന്തോ മാനസികമായ സമാധാനവും സ്വസ്ഥതയും ലഭിക്കുമെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ ഒരു വ്യക്തിയുടെ അടുക്കൽ പോയി അദ്ദേഹത്തെ ഷെയ്ഖായി ബൈഅത്ത് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ത്വരീഖത്തിൽ ഒരു മെമ്പറാവുകയും പിന്നീട് അദ്ദേഹം പറയുന്ന തർബിയത്തിൻ്റെ ശിക്ഷണത്തിൽ അവരങ്ങനെ കാലം കഴിച്ചു കൂട്ടുകയാണ്. അവർ പറയുന്നത് യഥാർത്ഥ ഇസ്ലാമിലേക്ക് പ്രവേശിക്കണമെങ്കിൽ മുറബ്ബിയായ ഒരു ഷെയ്ഖിന് നിർബന്ധമായും ബൈഅത്ത് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ തർബിയത്തിലൂടെ മാത്രമേ ഒരാൾക്ക് അല്ലാഹുവിനെയും റസൂലിനെയും കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്നാണ് ത്വരീഖത്തിൻ്റെ ആളുകൾ അവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ അതിന് ഗുരു എന്നും അധ്യാപകനെന്നുമൊക്കെ അർത്ഥമുണ്ട്. ഈ ഒരർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും മികച്ച അധ്യാപകൻ. അവിടുത്തെ സ്വഹാബത്തിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംസ്കരിച്ചെടുത്ത രൂപം അത് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ്. ഏറ്റവും നല്ല അധ്യാപകന്റെ ഏറ്റവും മികച്ച ഒരു തലമുറയാണ് സ്വഹാബത്ത് എന്ന് പറയുന്നത്. എന്നാൽ ത്വരീഖത്തുകാർ പറയുന്ന ഷെയ്ഖ് അത് കേവലം ഗുരു എന്ന അർത്ഥത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. മറിച്ച് അവർ പറയുന്നത് എന്താണ്? ഇൽഹാമും കശ്ഫും ഇതൊക്കെയുള്ള ഷെയ്ഖുമാരുടെ ത്വരീഖത്തിന്റെ സിൽസിലയിൽപ്പെട്ട ഒരാളായിരിക്കണമെന്നാണ്. ഇൽഹാം എന്ന് പറഞ്ഞാൽ അള്ളാഹു അദ്ദേഹത്തിന് പലതും തോന്നിക്കുന്നുണ്ടാവും. കശ്ഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്കാർക്കും അറിയിച്ചു നൽകാത്ത പല കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികളായിരിക്കണം, അത്തരത്തിലുള്ള ഷെയ്ഖുമാരാണ് ത്വരീഖത്തിന്റെ തലപ്പത്ത് വന്നെത്താറുള്ളത്. അതുകൊണ്ട് തന്നെ ത്വരീഖത്തുകാർ പറയുന്ന ഈ ബന്ധം, ഈ മുരീദ് ശിഷ്യൻ ഷെയ്ഖ് മുരീദ് ബന്ധം അതൊരിക്കലും ഇസ്ലാം പഠിപ്പിക്കുന്ന രീതിയല്ല. അഥവാ ഒരു വ്യക്തിക്ക് ബൈഅത്ത് ചെയ്യുകയും അങ്ങനെ അദ്ദേഹം പറയുന്ന മുഴുവൻ കാര്യങ്ങളും അതനുസരിക്കുകയും ചെയ്യുക, അത് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ദീനിന് എതിരാണെങ്കിൽ പോലും. അതുകൊണ്ട് തന്നെ ഇതൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത പിൽക്കാലത്ത് കടന്നുകൂടിയ കാര്യങ്ങളാണെന്ന് നാം ആദ്യമേ മനസ്സിലാക്കി വെക്കുക. പല ആളുകളും ഇതിൽ ആകൃഷ്ടരാകുന്നത് അവിടെ പോയാൽ നമ്മുടെ സ്വഭാവങ്ങൾ നന്നാകും, സമാധാനവും സ്വസ്ഥതയും ഒക്കെ ലഭിക്കും, ദുനിയാവിനോടുള്ള വിരക്തി നമുക്ക് വർദ്ധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ത്വരീഖത്തിന്റെ പിന്നാലെ കൂടുകയും അവസാനം ശിർക്കിലേക്കും കുഫ്റിലേക്കും ചെന്ന് അധപ്പതിക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ സൂഫികൾ, ത്വരീഖത്തിന്റെ ആളുകൾ അവർ അവരുടെ ശൈഖുമാരെ കുറിച്ച്, മശായിഖുമാരെ കുറിച്ച് അവർ വിശ്വസിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവരിൽപ്പെട്ട ആളുകൾ അവർ എഴുതി വെക്കുകയാണ്. ഉശൈരി പറയുന്നു, യജിബു അലൽ മുരീദി അൻ യതഅദ്ദബ ബിശൈഖിൻ, ഒരു മുരീദിന് തന്റെ ശൈഖിനോട് അദബോടുകൂടി വർത്തിക്കൽ നിർബന്ധമാണ്. ഫഇൻ ലം യകുൻ ലഹു ഉസ്താദുൻ ലാ യുഫ്ലിഹു അബദ, ഒരാൾക്ക് ശൈഖില്ലെങ്കിൽ അയാൾ ഒരിക്കലും വിജയിക്കുകയില്ല. ഹദാ അബൂ സൈദ് യഖൂൽ മൻ ലം യകുൻ ലഹു ഉസ്താദുൻ ഫഇമാമുഹു ശൈത്താൻ, ഒരാൾക്ക് ശൈഖില്ലെങ്കിൽ പിന്നീട് അവന്റെ ഇമാമ്
ശൈത്താനായിരിക്കും എന്നവർ രേഖപ്പെടുത്തുകയാണ്. അഥവാ ഷെയ്ഖിനെ സ്വീകരിക്കൽ അത് നിർബന്ധമാണ്. അള്ളാഹുവിനെയും റസൂലിനെയും അറിയണമെങ്കിൽ, യഥാർത്ഥ ഇസ്ലാമിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഷെയ്ഖിനെ സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ മുരീദായി ബൈഅത്ത് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. ഇനി ഷെയ്ഖിന്റെ കൽപ്പനകൾ, അതിനോടുള്ള അവരുടെ സമീപനം എന്താണ്? അവർ പറയുന്നു, വഅല്ലാ യുഖാലിഫ ശൈഖഹു ഫീ കുല്ലി മാ യുശീറു ഇലൈഹി. ഷെയ്ഖ് എന്തെന്ന് കൽപ്പിച്ചാലും അതിനോടൊരിക്കലും എതിര് നിൽക്കാൻ പാടില്ല. നോമ്പുകാരനായിരിക്കും, ഷെയ്ഖ് നോമ്പ് മുറിക്കണമെന്ന് പറഞ്ഞാൽ നീ നോമ്പ് മുറിക്കേണ്ടതുണ്ട്. ഷെയ്ഖ് നമസ്കരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ നീ നമസ്കരിക്കാൻ പാടില്ല. ഷെയ്ഖ് താടി വെക്കരുതെന്ന് പറഞ്ഞാൽ നീ താടി വെക്കാൻ പാടില്ല. ഹജ്ജ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഹജ്ജ് ചെയ്യാൻ പാടില്ല. ഭാര്യയും മക്കളുമായി, നാട്ടുകാരും കുടുംബക്കാരുമായി നീ ബന്ധം വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും നീ അനുസരിച്ചു കൊള്ളണം. അതിനൊന്നും നീ എതിര് നിൽക്കാൻ പാടില്ല. വീണ്ടും പറയുന്നു, അല്ലാ യഅ്തരിദ അലാ ഫീമാ അലൈഹി ഫീമാ ഫഅലഹു. ഷെയ്ഖ് എന്ത് കാര്യം ചെയ്താലും നീ അതിനോട് എതിര് നിൽക്കാൻ പാടില്ല. വലൗ കാന ളാഹിറുഹു ഹറാമ. ഷെയ്ഖ് ഹറാമായ ഒരു കാര്യമാണ് ചെയ്യുന്നതെങ്കിലും, അത് പ്രത്യക്ഷത്തിൽ നിനക്ക് ഹറാമായി തോന്നുമെങ്കിലും നീ അതിനോട് എതിര് നിൽക്കാൻ പാടില്ല. വലാ യഖൂലു ലിമ ഫഅല കദാ. ഷെയ്ഖ് ഒരു ഹറാമായ കാര്യം ചെയ്യുമ്പോൾ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തത്, എന്തുകൊണ്ട് എന്ന ചോദ്യം നീ ചോദിക്കാൻ പാടില്ല. എന്നിട്ട് പറയുന്നു, മൻ ഖാല ലി ശൈഖിഹി ലിമ. ആരെങ്കിലും തന്റെ ഷെയ്ഖിനോട് എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തു, എന്താണ് നിങ്ങൾ അങ്ങനെ പ്രവർത്തിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ ലാ യുഫ്ലിഹു അബദ. അവരൊരിക്കലും വിജയിക്കുകയില്ല എന്നവർ രേഖപ്പെടുത്തി വെക്കുകയാണ്. അതുകൊണ്ട് ഷെയ്ഖ് ഹറാമ് ചെയ്താൽ നാം അതിനെ എതിർക്കാൻ പാടില്ല. അദ്ദേഹം വ്യഭിചരിച്ചാൽ അത് അദ്ദേഹത്തിന്റെ ഭാര്യയാണെന്ന് നാം കരുതണം. അദ്ദേഹം മദ്യപിച്ചാൽ, അദ്ദേഹം കുടിക്കുന്നത് മദ്യമാണെങ്കിലും അദ്ദേഹത്തിന്റെ വയറ്റിലേക്ക് എത്തുമ്പോൾ അത് തേനും പാലുമായി മാറുന്നുണ്ട് എന്ന് നാം വിചാരിക്കണം. അങ്ങനെ ഷെയ്ഖിന്റെ അടിമയായി, അടിമത്വം പേറുന്നവനായി ഒരു ത്വരീഖത്തുകാരൻ മാറുന്നതാണ്. അവരുടെ മറ്റൊരു നേതാവ് അദ്ദേഹം എഴുതി വെക്കുകയാണ്, അൽ മുരീദു സ്സാദിഖു മഅ ശൈഖിഹി കൽ മയ്യിതി മഅ മുഗസ്സിലിഹി. തന്റെ ഷെയ്ഖിനോട് സത്യസന്ധതയുള്ള ഒരു മുരീദ് അവനെങ്ങനെയായിരിക്കും? ഒരു മയ്യത്ത് കുളിപ്പിക്കുന്നവന്റെ മുമ്പിൽ മയ്യത്ത് എങ്ങനെയായിരിക്കുമോ അതുപോലെയായിരിക്കും. മയ്യത്ത് കുളിപ്പിക്കുന്നവന്റെ മുമ്പിൽ ഒരു മയ്യത്തിന് പ്രത്യേകമായി അവന് സ്വാതന്ത്ര്യമൊന്നുമില്ല. മയ്യത്ത് കുളിപ്പിക്കുന്നവൻ അവനെ കിടത്തിയിട്ടാൽ അവന് കിടക്കുന്നതാണ്, അവനെ ചിരിക്കുമ്പോൾ അവൻ ചിരിക്കുന്നതാണ്. ഇതുപോലെയാണ് ഒരു മുരീദ് തന്റെ ഷെയ്ഖിന്റെ മുമ്പിൽ കഴിയേണ്ടത്. ലാ കലാമ വലാ ഹറക. മിണ്ടാൻ പാടില്ല, അനങ്ങാൻ പാടില്ല. വലാ യഖ്ദിറു അൻ യൻതിഖ ബൈന യദൈഹി മിൻ ഹൈബതിഹി. ഷെയ്ഖിന്റെ ഗാംഭീര്യം കാരണത്താൽ അവന്റെ നാവ് അത് പൊന്തുകയില്ല. വലാ യദ്ഖുലു വലാ യഖ്റുജ്. ആ ഷെയ്ഖിന്റെ അടുക്കലേക്ക് നിനക്ക് ഇഷ്ടമുള്ള സമയത്തൊന്നും പ്രവേശിക്കാൻ പറ്റുകയില്ല. അദ്ദേഹത്തിന്റെ അനുമതി മേടിക്കണം. ഇനി പ്രവേശിച്ചാൽ തന്നെ ആ ഷെയ്ഖ് പറയാതെ പുറത്തു പോകാൻ പാടില്ല. വലാ യുഖാലിതു അഹദ. നീ മറ്റൊരാളുമായി ബന്ധപ്പെടാൻ പാടില്ല. വലാ യസ്തഗിലു ബിഇൽമിൻ വലാ ഖുർആൻ വലാ ദിക്രിൻ ഇല്ലാ ബിഇذനിഹി. ഇൽമു പഠിക്കുവാനോ ഖുർആൻ ഓതുവാനോ അല്ലാഹുവിനെ ദിക്ർ ചെയ്യുവാനോ ഒന്നും തന്നെ ഷെയ്ഖിന്റെ അനുമതിയില്ലാതെ ഇതിനൊന്നും നീ തുനിയാൻ പാടില്ല എന്നൊക്കെ അവർ രേഖപ്പെടുത്തി വെക്കുകയാണ്. അങ്ങനെ ഷെയ്ഖിന്റെ മുൻപിൽ പൂർണ്ണമായും ഒരടിമയായി കഴിയേണ്ട അവസ്ഥയാണ് ത്വരീഖത്തിൽ ബൈഅത്ത് ചെയ്ത ആളുകൾക്കുള്ളത്. എന്നാൽ നാം ഇസ്ലാമിന്റെ ചരിത്രം ഒന്ന് വായിച്ചു നോക്കുക. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഭരണം ഏറ്റെടുത്ത സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നു, അത്തിഊനി മാ അതഅതുല്ലാഹ്. ഞാൻ അല്ലാഹുവിനെ അനുസരിക്കുന്ന കാലത്തോളം നിങ്ങൾ എന്നെ അനുസരിച്ചു കൊള്ളുക. ഫഇദാ അസൈതുല്ലാഹ ഫലാ തഅത ലി അലൈക്കും. ഞാൻ അല്ലാഹുവിനോട് അനുസരണക്കേട് കാണിച്ചാൽ നിങ്ങൾ പിന്നീട് എന്നെ അനുസരിക്കേണ്ടതില്ല എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും. തങ്ങൾക്കിടയിൽ ഒരു വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ അല്ലാഹുവിലേക്കും റസൂലിലേക്കും വന്നുകൊള്ളുക എന്ന് പറയപ്പെട്ടാൽ മുഅ്മിനീങ്ങളായ ആളുകൾ അവർ പറയുന്നത് എന്താണ്? അയ്യഖൂലു സമിഅനാ വഅതഅന. ഞങ്ങൾ അല്ലാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾ പൂർണ്ണമായും കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. ഇത് അല്ലാഹുവിന്റെയും റസൂലിന്റെയും വാക്കുകൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. വേറൊരു സൃഷ്ടിയുടെയും വാക്ക് അത് പൂർണ്ണമായും അനുസരിക്കുവാനും കേൾക്കുവാനുമുള്ള ബാധ്യത ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എന്നാൽ ത്വരീഖത്തിന്റെ വഴിയിൽ ചേർന്നവർ അവരങ്ങനെയല്ല. അവരുടെ ശൈഖുമാരെ ഒരു റബ്ബായി അവർ കാണുകയാണ്. അതുപോലെ അവരുടെ മറ്റൊരു വിശ്വാസം എന്താണ്? അവർ ശൈഖുമാരെ മഅസൂമുകളായി അഥവാ പാപസുരക്ഷിതരായി അവർ കണക്കാക്കുകയാണ്. നാം ഒക്കെ വിശ്വസിക്കുന്നത് നബിമാർ അവർ മഅസൂമീങ്ങളാണ്, അവർക്ക് തെറ്റുകൾ പറ്റുകയില്ല, അവരെ അല്ലാഹു പാപത്തിൽ നിന്ന് സുരക്ഷിതരാക്കിയിട്ടുണ്ട് എന്നാണ്. എന്നാൽ അവർ പറയുന്നു അവരുടെ ശൈഖുമാർ, അവർ ബൈഅത്ത് ചെയ്ത ആളുകൾ അവർ മഅസൂമീങ്ങളാണ്, അവർക്ക് തെറ്റുകൾ സംഭവിക്കുകയില്ല എന്നവർ രേഖപ്പെടുത്തി വെക്കുകയാണ്. അതുപോലെ തന്നെ അവരുടെ ശൈഖുമാർക്ക് അവർ ഇഹ്സാനിന്റെ പദവി വകവെച്ചു കൊടുക്കുകയാണ്. എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? അൻ തഅബുദല്ലാഹ കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ, അവൻ നിന്റെ മുമ്പിലുണ്ടെന്നത് പോലെ നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ. നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും
അള്ളാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ. ഈ ഇഹ്സാനിന്റെ മർത്തബ അവർ തങ്ങളുടെ ശൈഖുമാർക്ക് വകവെച്ചു കൊടുക്കുകയാണ്. അവർ പറയുന്നു, ഇദാ ദക്കറല്ലാഹ ഔ ഫഅല ഇബാദതൻ മിനൽ ഇബാദാത്ത്, നീ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ മറ്റു വല്ല ഇബാദത്തുകളും നീ ചെയ്യുമ്പോൾ, അയ്യസ്തഹ്ദിറ നളറ ശൈഖിഹി ഇലൈഹി, ശൈഖ് തന്നിലേക്ക് നോക്കുന്നുണ്ട് എന്ന ബോധം ആ മുരീദിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ലിയതഅദ്ദബ വയദുമ്മ ശതാത ഖൽബിഹി, എന്തിനു വേണ്ടിയാണ്? അതോടുകൂടി ഇബാദത്ത് ചെയ്യാൻ അവന്റെ ഹൃദയം ആ ഇബാദത്തിൽ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി നീ ശൈഖിനെ നിന്റെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ശൈഖ് തന്നിലേക്ക് നോക്കുന്നുണ്ട് എന്ന ബോധം നിന്റെ മനസ്സിലേക്ക് കൊണ്ടുവരണമെന്നാണ് ത്വരീഖത്തിന്റെ ആളുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതുവരെ എത്തി? ചില ത്വരീഖത്തിന്റെ ആളുകൾ അവർ ഇബാദത്ത് ചെയ്യുമ്പോൾ, അവർ നമസ്കരിക്കുമ്പോൾ തന്റെ ശൈഖിന്റെ രൂപവും ചിത്രവുമെല്ലാം മുമ്പിൽ വെച്ച് അതിനോട് അത്തരത്തിൽ ഇബാദത്തുകൾ നിർവഹിക്കുന്ന ത്വരീഖത്തിന്റെ ആളുകൾ പോലും നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് ഇഹ്സാനിന്റെ പദവി, അള്ളാഹുവിന് വകവെച്ചു കൊടുക്കേണ്ട പദവി, അത് ശൈഖുമാർക്ക് അവർ വകവെച്ചു കൊടുക്കുകയാണ്. തീർന്നില്ല, അവരുടെ സ്നേഹവും അടുപ്പവും ബന്ധവുമെല്ലാം അത് ത്വരീഖത്തിന്റെ പേരിലാണ്. ഒരു മുഅ്മിനിന്റെ സ്നേഹം, ഒരു മുഅ്മിനിന്റെ വെറുപ്പ്, അത് അള്ളാഹുവിന്റെ പേരിലാണ്, അള്ളാഹുവിന്റെ ദീനിന്റെ പേരിലാണ് ഒരു മുഅ്മിൻ പരസ്പരം സ്നേഹിക്കുകയും അവന് വെറുക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഷഅറാനി അദ്ദേഹം പറയുകയാണ്, ഹഖീഖത്തു ഹുബ്ബി ശൈഖി അൻ യുഹിബ്ബൽ അശ്യാഅ മിൻ അജ്ലിഹി, നിന്റെ ശൈഖിനോടുള്ള സ്നേഹം അത് യാഥാർത്ഥ്യമാകുന്നത് എപ്പോഴാണ്? നീ ശൈഖിന് വേണ്ടി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുക. വയക്റഹഹ മിൻ അജ്ലിഹി, നീ വെറുക്കുന്നുണ്ടെങ്കിൽ അതും അദ്ദേഹത്തിന്റെ പേരിലായിരിക്കണം. കമാ ഹുവ അശ്ശഅനു ഫീ മഹബ്ബത്തി റബ്ബിന അസ്സ വജൽ, നാം അല്ലാഹുവിന്റെ പേരിൽ സ്നേഹിക്കുന്നത് പോലെ ശൈഖിന്റെ പേരിലായിരിക്കണം നമ്മുടെ സ്നേഹവും വെറുപ്പുമെന്ന് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യമാണ്, അവരുടെ ശൈഖുമാർ അവർ അല്ലാഹുവിൽ നിന്നും നേരിട്ട് ഇൽമ സ്വീകരിക്കാൻ കഴിവുള്ളവരാണ്. നമ്മുടെ ദീൻ നമുക്ക് എത്തിക്കുന്നതിൽ അള്ളാഹുവിനും നമുക്കുമിടയിൽ റസൂലുണ്ട്. പക്ഷേ അവർ ആ റസൂലിനെ അങ്ങ് എടുത്തു കളയുകയാണ്. എന്നിട്ട് അവർ ഹദ്ദസനി ഖൽബി അൻ റബ്ബി, അള്ളാഹുവിൽ നിന്ന് അവർ നേരിട്ട് കാര്യങ്ങൾ പറയുകയാണ്, കാര്യങ്ങൾ ഉദ്ധരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് എന്താണ്? യാ അയ്യുഹർ റസൂൽ, അല്ലയോ റസൂൽ, ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക്, താങ്കളുടെ റബ്ബിൽ നിന്ന് വന്ന കാര്യം താങ്കൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ്. അള്ളാഹുവിന്റെ ദീൻ നമുക്കെത്തിയത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേനയാണ്. എന്നാൽ ത്വരീഖത്തിന്റെ ആളുകൾ അവർ പറയുന്നത് അവരുടെ ശൈഖുമാർക്ക് അള്ളാഹുവുമായി നേരിട്ട് ബന്ധമുണ്ട്, അള്ളാഹു അവർക്ക് ചില കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്നുണ്ട് എന്നാണ് അവർ വാദിക്കുന്നത്. അവർ പറയുന്നു, നിനക്ക് എന്ത് തടസ്സം വന്നാലും എന്ത് ബുദ്ധിമുട്ട് വന്നാലും നീ ശൈഖിനോട് പറഞ്ഞാൽ മതി. അവർ രേഖപ്പെടുത്തുകയാണ്, നിനക്ക് വല്ല പ്രയാസവും വന്നു, നിനക്ക് വല്ല രോഗവും വന്നു, നിനക്ക് ശൈഖിന്റെ അടുക്കലേക്ക് വന്നെത്താൻ കഴിയില്ലെങ്കിൽ നീ ശൈഖിന്റെ രൂപവും ഭാവവും എല്ലാം നിന്റെ മനസ്സിൽ കൊണ്ടുവരികയും എന്നിട്ട് ശൈഖിനോട് നിന്റെ ആവലാദികൾ ബോധിപ്പിക്കുകയും ചെയ്താൽ നിന്റെ രോഗം മാറുന്നതാണ്, നിന്റെ പ്രയാസങ്ങൾ, നിന്റെ തടസ്സങ്ങൾ നീങ്ങുന്നതാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഒരു മുഅ്മിനായ വ്യക്തി അവൻ വിശ്വസിക്കുന്നത് എന്താണ്? എനിക്കൊരു ഉപകാരം ചെയ്യാൻ, എന്റെ ഒരു ഉപദ്രവത്തെ തടുക്കാൻ, ഒരു ഉപദ്രവത്തെ നീക്കം ചെയ്യാൻ അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും കഴിയുകയില്ല എന്നാണ് ഒരു മുഅ്മിൻ വിശ്വസിക്കുന്നത്. എന്നാൽ ത്വരീഖത്തിന്റെ ആളുകൾ അവരങ്ങനെയല്ല കരുതുന്നത്. അതുപോലെ തന്നെ അവരുടെ പാപങ്ങൾ പൊറുക്കാൻ കഴിവുള്ളവരാണ് ശൈഖുമാരെന്ന് അവർ വിശ്വസിക്കുകയാണ്. അവർ മലയാളത്തിൽ പറഞ്ഞതായി കാണാം, ഒരാൾക്കും നമ്മെ സ്നേഹിക്കാൻ കഴിയാത്ത വിധം ശൈഖ് നമ്മെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് തെറ്റുകൾ സംഭവിച്ചാൽ അവരുടെ റഹ്മത്ത് കൊണ്ട് അവർ തെറ്റുകൾ നമുക്ക് പുറത്തു തരികയാണ്. നമ്മുടെ അദബുകേടുകൾ അവർ മാപ്പാക്കി തരികയാണ്. നമ്മുടെ കാര്യത്തിൽ ഏറെ ശ്രദ്ധ പുലർത്തുന്നവരാണ് ശൈഖുമാർ. അവരുടെ മുമ്പിലുള്ള ഇരുത്തവും അവരോടുള്ള സഹവാസവും അതിനേക്കാൾ രസമുള്ള ഭംഗിയുള്ള മറ്റൊന്നും തന്നെ ഈ ദുനിയാവിലില്ല എന്ന് അവർ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മുടെ തെറ്റുകൾ, നമ്മുടെ പാപങ്ങൾ, നമ്മുടെ അദബുകേടുകൾ അതൊക്കെ പുറത്ത് നമുക്ക് മാപ്പാക്കി നൽകുന്നത് ശൈഖുമാരാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് എന്താണ്? വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ നിന്റെ പാപങ്ങൾ മാപ്പാക്കുന്നവനായി മറ്റാരുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുകയാണ്. അതുപോലെ നിന്റെ ഹൃദയത്തിലുള്ളത് ശൈഖുമാർ അറിയുന്നതാണ്. നീ ശൈഖുമാരുടെ മജ്ലിസുകളിലേക്ക് പോകുമ്പോൾ അവരോട് നീ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. കാരണം അവർ പല തിരക്കിലുമായിരിക്കും. അവർക്ക് മഴ വർഷിപ്പിക്കേണ്ടതുണ്ട്, ആകാശത്തിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. അങ്ങനെ അവർ പല തിരക്കുകളിലുമായിരിക്കും. ഈ സന്ദർഭത്തിൽ അവരോട് പോയി നിന്റെ ആവശ്യങ്ങൾ നീ ചോദിക്കേണ്ടതില്ല. മറിച്ച് അവരുടെ സദസ്സിൽ പോയി നീ ഇരുന്നാൽ മതി. നീ വരുന്നതിന് മുമ്പ് തന്നെ നിന്റെ ഹൃദയത്തിലുള്ളത് അവർക്കറിയാവുന്നതാണ്. കുപ്പിക്കകത്തുള്ള വസ്തുവെ പോലെ കാണാം ഞാൻ നിങ്ങളുടെ കൽബകമെന്നോ അവർ എന്നാണ് അവർ ശൈഖുമാരെ കുറിച്ച് അവർ പാടിപ്പുകഴ്ത്തുന്നത്. എന്നാൽ അള്ളാഹു പറയുന്നത് എന്താണ്? യഅലമു ഖായിനത്തൽ അഅയുനി വമാ തുഖ്ഫി സുദൂർ, നിങ്ങളുടെ കണ്ണുകളുടെ കട്ടുനോട്ടവും നിങ്ങൾ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചതുമെല്ലാം അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളി ഗൈബ ഇല്ലല്ലാഹ്,
നബിയെ പറയുക, ആകാശങ്ങളിലും ഭൂമിയിലും ഗൈബ് അറിയുന്നവനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ട് മശായിഖന്മാർ അവർ അദൃശ്യ കാര്യങ്ങൾ അറിയുകയില്ല, നാളെ നടക്കാനിരിക്കുന്നത് അവർക്ക് അറിയുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ അവർ വിശ്വസിക്കുന്നത് എന്താണ്? മശായിഖന്മാരുടെ ഭാര്യമാർ അവർ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളാണ്. നാം നബിയെക്കുറിച്ച്, നബിമാരുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ കുറിച്ച് നാം വിശ്വസിക്കുന്നത് എന്താണ്? അവർ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളാണ്. അതുപോലെ തന്നെ മശായിഖന്മാരുടെ ഭാര്യമാർ അവർ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളാണ്. അവരുടെ മരണശേഷം അവരുടെ ഭാര്യമാരെ മറ്റൊരാൾക്ക് വിവാഹം കഴിക്കാൻ പാടില്ല, അവരൊരാളെ തലാഖ് ചൊല്ലിയാൽ അവരെ വിവാഹം കഴിക്കാൻ പാടില്ല. ഇതൊക്കെയാണ് അവർ വിശ്വസിച്ചു പോരുന്നത്. അതുപോലെ മശായിഖന്മാരുടെ മുൻപിൽ അവർ സുജൂദ് ചെയ്യുകയാണ്. അവർ പറയുന്നു, അയ്യഅലമ അന്ന ശൈഖ കൽ കഅബതി, ശൈഖ് ഒരു കഅബയെ പോലെയാണ്. യസ്ജുദൂന ഇലൈഹ വസ്സുജൂദു ലില്ലാഹ്, നമ്മൾ കഅബയിലേക്ക് തിരിഞ്ഞ് സുജൂദ് ചെയ്യുന്നുണ്ട്, പക്ഷേ സുജൂദ് അല്ലാഹുവിനാണ്. അതുപോലെയാണ് ഫകദാലിക ശൈഖു, അതുപോലെയാണ് ശൈഖ് എന്നും അവർ പരിചയപ്പെടുത്തുകയാണ്. അങ്ങനെ ശൈഖിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന ആളുകളുണ്ട്. എത്രയോ ത്വരീഖത്തുകളുണ്ട്, കേരളത്തിലുമുണ്ട് അത്തരത്തിലുള്ള ത്വരീഖത്തുകൾ. ശൈഖിന്റെ മുമ്പിൽ സുജൂദുകൾ ചെയ്യുന്ന, ആ ശൈഖിനോട് പ്രാർത്ഥിക്കുന്ന, ശൈഖിനോട് തന്റെ ആവലാദികൾ പറയുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ത്വരീഖത്തിന്റെ ശൈഖുമാർ, അവരെ കുറിച്ച് അവർ പറയുന്ന മറ്റൊരു കാര്യമാണ്, അവർക്ക് ദീനിന്റെ ശരീഅത്തുകൾ അത് ബാധകമല്ല. ശരീഅത്തിന്റെ മർത്തബ അഥവാ ദീനിന്റെ വിധിവിലക്കുകൾ അത് പാലിക്കേണ്ട ആ മർത്തബയിൽ നിന്ന്, ആ പദവിയിൽ നിന്നും അവർ ഹഖീഖത്തിന്റെയും മഅരിഫത്തിന്റെയും പദവിയിലേക്ക് എത്തിയവരാണ്. അതുകൊണ്ട് ദീനിന്റെ ഒരു നിയമങ്ങളും അവർക്ക് ബാധകമല്ല. അതിനായി അവർ ഒരു ആയത്ത് ഓതാറുണ്ട്, വഅബ്ദുർ റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നീ നിന്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക, നിനക്ക് യഖീൻ എത്തുന്നത് വരെ, ഉറപ്പായ കാര്യം നിനക്ക് വന്നെത്തുന്നത് വരെ നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക. എന്താണ് യഖീൻ എന്ന് പറഞ്ഞാൽ? ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നു, അൽ മൗത്ത് അഥവാ മരണം വന്നെത്തുന്നത് വരെ നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം. അതുവരെ നിനക്ക് ഈ ദീനിൽ നിന്നും മുഹമ്മദ് നബിയുടെ ശരീഅത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ഒരു അനുവാദവുമില്ല എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. എന്നാൽ ത്വരീഖത്തിന്റെ ആളുകൾ, സൂഫികളായ ആളുകൾ അവരെങ്ങനെയാണ് പറയുന്നത്? കുറച്ചൊക്കെ പദവി എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ഇബാദത്തില്ല, അവർക്ക് നമസ്കാരമില്ല, അവർ നോമ്പെടുക്കുകയില്ല, അവർ ഹജ്ജ് ചെയ്യുകയില്ല. ഇതൊക്കെ ചോദിച്ചാൽ അവർ പറയും, ഞങ്ങളൊക്കെ യഖീനിന്റെ മഅരിഫയുടെ പദവിയിലേക്ക് എത്തിയിട്ടുണ്ട്, ഇനി നമുക്ക് ദീനിന്റെ നിയമങ്ങളൊന്നും ബാധകമല്ല എന്നവർ പറയുന്നതായി കാണാം. ഇത്തരത്തിലുള്ള ആൾക്കാരെ കുറിച്ച് മഹാനായ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നു, വഹാദാ കുഫ്റുൻ വദലാലുൻ വജഹ്ലുൻ, ഇത് കുഫ്റാണ്, ഇത് വഴികേടാണ്, ഇത് അങ്ങേയറ്റം വിഡ്ഢിത്തമാണ്, അജ്ഞതയാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളൊക്കെ പേറിക്കൊണ്ട്, ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളാണ് അവരുടെ ശൈഖുമാരെ കുറിച്ച് ത്വരീഖത്തിന്റെ ആളുകൾ വിശ്വസിച്ചു പോരുന്നത്. ഇതുമായി ഇസ്ലാമിന് യാതൊരു ബന്ധവുമില്ല എന്ന് നാം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ത്വരീഖത്തിന്റെ ആളുകൾ അവരുടെ ത്വരീഖത്തിന്റെ അവസ്ഥ എന്താണ്? അവരുടെ സൂഫി ത്വരീഖത്തുകൾ അത് പല വിഭാഗങ്ങളാണ്. തീജാനിയ എന്നും ഖാദിരിയ എന്നും നഖ്ശബന്ദിയ എന്നും ഷാദുലിയ എന്നും റിഫാഇയ എന്നും എന്നിങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ത്വരീഖത്തുകളുണ്ട്. ഒരു ത്വരീഖത്തിന്റെ ആളുകൾ പറയുന്നു മറ്റവർ വ്യാജമാണ്, മറ്റേ ത്വരീഖത്തിന്റെ ആളുകൾ പറയുന്നു ഇവർ കള്ളന്മാരാണ്. യഥാർത്ഥത്തിൽ എല്ലാ ത്വരീഖത്തും അത് പൂർണ്ണമായും വ്യാജമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയില്ലാത്ത, സ്വഹാബികളുടെ മാതൃകയില്ലാത്ത, ഇമാമിന്റെ മദ്ഹബിന്റെ ഇമാമുകൾ ആരും പഠിപ്പിച്ചിട്ടില്ലാത്തൊരു രീതിയാണിത്. ഇത് ദീനിലേക്ക് പിൽക്കാലത്ത് കടത്തിക്കൂട്ടിയതാണ്. അങ്ങനെ ധാരാളം കക്ഷികളും വിഭാഗങ്ങളുമാണ് ത്വരീഖത്തിന്റെ ആളുകൾ. അല്ലാഹു പറഞ്ഞത് എന്താണ്? വലാ തകൂനൂ മിനൽ മുശ്രിക്കീൻ, നിങ്ങൾ മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത്. മിനല്ലദീന ഫർറഖൂ ദീനഹും വകാനൂ ശിയഅ, ആ മുശ്രിക്കീകളായ ആളുകൾ അവരെങ്ങനെയുള്ളവരാണ്? അവർ തങ്ങളുടെ ദീനിനെ ചിന്ന ഭിന്നകളാക്കുകയും പല കക്ഷികളായി തിരിയുകയും ചെയ്തവരാണ്. അതുകൊണ്ട് ത്വരീഖത്തിന്റെ ആളുകൾ, സൂഫികൾ, അവർ പല കക്ഷികളാണ്. എന്നാൽ ഇസ്ലാം എന്ന് പറയുന്നത് അത് നേരായ മാർഗമാണ്. അള്ളാഹുവിലേക്കും റസൂലിലേക്കുമുള്ള ക്ഷണമാണ് ഇസ്ലാമിലേക്കുള്ള ക്ഷണം എന്ന് പറയുന്നത്. അതേതെങ്കിലും വ്യക്തികളിലേക്കോ മദ്ഹബുകളിലേക്കോ സംഘടനകളിലേക്കോ ഉള്ള ക്ഷണമല്ല എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കുക. രണ്ടാമതായി അവരതാ അള്ളാഹുവിന് പുറമെ അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും മരിച്ചുപോയ സാലിഹീങ്ങളെയും ഒക്കെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. യാ റസൂലല്ലാഹി ഗൗസൻ വമദദ് വയാ റസൂലല്ലാഹി അലൈക്കൽ മുഅ്തമദ്, റസൂലിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, റസൂലെ നിങ്ങളാണ് ഞങ്ങളുടെ സഹായി, ഞങ്ങളുടെ അവലംബം, റസൂലെ താങ്കളാണെന്ന് അവർ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, വലാ തദ്ഉ മിൻ ദൂനില്ലാഹ്, നീ അല്ലാഹുവിനെ പുറമെ മറ്റൊരാളെയും നീ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, നീ അവരോട് അല്ലാഹു അല്ലാത്തവർക്ക് നീ ഇബാദത്ത് കൊടുക്കാൻ പാടില്ല. മാ ലാ യൻഫഉക വലാ യദുറുക, നിനക്കൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ആളുകൾ. എന്നിട്ട് പറയുന്നു ഫഇൻ ഫഅൽത, നീ അപ്രകാരം ചെയ്യുകയാണെങ്കിൽ, അഥവാ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്തുകൾ നീ സമർപ്പിക്കുകയാണെങ്കിൽ, ഫഇന്നക ഇദൻ മിനൽ ളാലിമീൻ, നീ അക്രമികളുടെ കൂട്ടത്തിൽ പെട്ടുപോകുമെന്ന് അല്ലാഹു പറയുകയാണ്. ഏറ്റവും വലിയ അക്രമം ഏതാണ്? ഇന്ന ശിർക ലദുൽമുൻ അദീം, നീ ശിർക്ക് ചെയ്യുന്നവരുടെ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ പെട്ടുപോകുമെന്നാണ്
എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ സൂഫികൾ, ത്വരീഖത്തിന്റെ ആളുകൾ അവർ വിശ്വസിക്കുന്ന മറ്റൊരു പിഴച്ച വിശ്വാസമാണ് ഈ ലോകത്തിന് ചില അഖ്ദാബുകൾ, ചില അബ്ദാലുകൾ അവരെയൊക്കെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ഭൂമിയുടെ നിയന്ത്രണം, ഈ ഭൂമിയുടെ അധികാരം അതൊക്കെ അള്ളാഹു ചില കുത്തുബുകൾക്ക്, ചില അക്താബുകൾക്ക് അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. എന്നാൽ മക്കയിലെ മുശ്രിക്കുകൾ അവർ പോലും എന്തായിരുന്നു വിശ്വസിച്ചിരുന്നത്? ഈ പ്രപഞ്ചത്തിന്റെ നിയന്ത്രണം ആരാണ് എന്ന് ചോദിച്ചാൽ മക്കയിലെ മുശ്രിക്കുകൾ പോലും പറയുമായിരുന്നു, വമൻ യുദബ്ബിറുൽ അംറ ഫസയഖൂലൂന അല്ലാഹ്, അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നതെന്ന് മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ പോലും അവർ അംഗീകരിച്ചിരുന്നു. അതോടൊപ്പം അവർ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്തിരുന്നു. അത് വേറെ കാര്യമാണ്. എന്നാൽ ത്വരീഖത്തിന്റെ സൂഫികളായ ആളുകൾ അവർ വാദിക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ നിയന്ത്രണം അത് അല്ലാഹു ചില വലിയകളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ചില കുത്തുബുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇത് ഇസ്ലാമിന്റെ വിശ്വാസ അടിസ്ഥാനങ്ങൾക്ക് തീർത്തും ഘടകവിരുദ്ധമാണ് എന്ന് നാം മനസ്സിലാക്കുക. നാലാമതായി അവരുടെ പിഴച്ച വിശ്വാസം എന്താണ്? അവർ വാദിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഈ ദുനിയാവിൽ വെച്ച് നേരിട്ട് കണ്ണുകൊണ്ട് കാണാൻ കഴിയുമെന്നാണ്. അവരുടെ ശൈഖുമാരുടെ സംഭവങ്ങൾ, ചരിത്രങ്ങൾ പറയുന്ന സന്ദർഭത്തിൽ അവർ ഇത്തരത്തിലുള്ള ധാരാളം കഥകൾ പ്രചരിപ്പിക്കുന്നതായി കാണാം. അല്ലാഹുവെ നേരിട്ട് കണ്ട സംഭവങ്ങൾ അവർ തങ്ങളുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതായി കാണാം. മഹാനായ മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ കാണണമെന്ന് പറഞ്ഞ സന്ദർഭത്തിൽ അല്ലാഹു എന്താണ് പറഞ്ഞത്? ഖാല ലൻ തറാനി, നിനക്കെന്നെ കാണുക സാധ്യമല്ല. അഥവാ ഈ ദുനിയാവിൽ വെച്ച് അല്ലാഹുവിനെ കണ്ണുകൾ കൊണ്ട് കാണുക സാധ്യമല്ല എന്നതാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസം. അതാണ്, ഒരാളും അങ്ങനെ കണ്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ ഈ ദുനിയാവിൽ വെച്ച് നേരിട്ട് കാണുമെന്നത് അത് സൂഫികളുടെ ത്വരീഖത്തിന്റെ ആളുകൾ അവർ വിശ്വസിച്ചു പോരുന്നതാണ്. അതുകൊണ്ട് ഇത്രയും പിഴച്ച വിശ്വാസങ്ങളും വൈകൃതങ്ങളും നിറഞ്ഞ ഈ ത്വരീഖത്തിന്റെ മാർഗത്തിൽ നിന്ന്, സൂഫി ചിന്താധാരകളിൽ നിന്നും നാം മാറി നിൽക്കുക. ആളുകളൊക്കെ ഇതിൽ പെട്ടുപോയിട്ടുള്ളത് ശരിയായ ഇൽമു പഠിക്കാത്തതിന്റെ കുറവ് കൊണ്ടാണ്. അതുകൊണ്ട് ദീനിന്റെ വിജ്ഞാനങ്ങൾ അത് ശരിയായ സ്രോതസ്സിൽ നിന്ന് പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരു വ്യക്തി ഒരു ത്വരീഖത്തിൽ ഒരു വ്യക്തിയുടെ ശൈഖായി ബൈഅത്ത് ചെയ്യുകയും അങ്ങനെ ആ ത്വരീഖത്തിൽ ഒരു മെമ്പറാവുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ആ ശൈഖ് പറയുന്ന തർബിയത്തിനനുസരിച്ചായിരിക്കണം അവന്റെ ഓരോ പ്രവർത്തനങ്ങളും. അദ്ദേഹം പറയുന്ന ദിക്റുകൾ, അദ്ദേഹം പറയുന്ന ഇബാദത്തുകൾ, അതുമൊക്കെയായി അവരങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയമില്ലാത്ത ദിക്റുകളും ദിക്ർ ഹൽക്കകളും ആട്ടങ്ങളും ചാട്ടങ്ങളുമായി അവർ ജനങ്ങളെ സംസ്കരിക്കുകയാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയായിരുന്നു സ്വഹാബികളെ സംസ്കരിച്ചെടുത്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് നൽകിയ അനുഗ്രഹമായി അല്ലാഹു എടുത്തു പറയുന്നു, ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അല്ലാഹു അവരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ നിങ്ങളിലേക്ക് നിയോഗിച്ചു. യത്ലു അലൈഹിം ആയാതിഹി, ആ റസൂൽ എന്താണ് ചെയ്തത്? ആ റസൂൽ അല്ലാഹുവിന്റെ ആയത്തുകൾ അവരെ ഓതി കേൾപ്പിക്കുകയും വയുസക്കീഹിം, അങ്ങനെ അവരെ സംസ്കരിക്കുകയും ചെയ്തു. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് ഖുർആനും സുന്നത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പഠിപ്പിച്ചു നൽകി. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, അവരാകട്ടെ മുൻപ് വ്യക്തമായ വഴികേടിലായിരുന്നു. ഈ വഴികേടിൽ നിന്ന് അവരെ ഏറ്റവും ഉത്തമമായ തലമുറയിലേക്ക് റസൂലുള്ളാഹി അവരെ സംസ്കരിച്ചെടുത്തത് എങ്ങനെയാണ്? ആയത്തുകളും ഹദീസുകളും അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അതുവഴി അവരെ സംസ്കരിക്കുകയുമാണ് ചെയ്തത്. അതല്ലാതെ ദീനിൽ യാതൊരു പരിചയവുമില്ലാത്ത ഇത്തരത്തിലുള്ള ശൈഖ് മുരീദ് ബന്ധത്തിലൂടെ എങ്ങനെയാണ് ജനങ്ങളെ സംസ്കരിച്ചെടുക്കാൻ കഴിയുക? ഒരിക്കലുമില്ല. അതുപോലെ തന്നെ ദീനിൽ യാതൊരു ബന്ധവുമില്ലാത്ത ദിക്റുകൾ, ദിക്ർ ഹൽക്കകൾ, ആട്ടങ്ങളും ചാട്ടങ്ങളും മ്യൂസിക്കുകളും പാട്ടുകളുമായി എങ്ങനെയാണ് ജനങ്ങളെ സംസ്കരിച്ചെടുക്കാൻ കഴിയുക? ഒരിക്കലുമില്ല. അതുകൊണ്ട് ഇസ്ലാമിൽ ഭൗതിക വിരക്തിയുണ്ട്, ദീനിൽ സുഹുദുണ്ട്. പക്ഷേ ത്വരീഖത്തിന്റെ ആളുകൾ പറയുന്നത് പോലെയുള്ള സുഹുദല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നമുക്ക് കാണിച്ചു തന്ന ആ ഒരു മാർഗത്തിലൂടെയായിരിക്കണം നാം മുമ്പോട്ട് പോകേണ്ടത്. മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ലൗ അന്ന റജുലൻ തസവ്വഫ അവ്വലൻ നഹാർ, ഒരു വ്യക്തി അവൻ ഒരു പ്രഭാതത്തിൽ അവൻ സൂഫിയായി, അവൻ ഒരു ത്വരീഖത്തിന്റെ വഴിയിൽ തസവ്വുഫിന്റെ മാർഗം സ്വീകരിച്ചു എന്ന് വിചാരിക്കുക. ലം യഅതി അലൈഹി ദുഹ്റു ഇല്ലാ വജദതഹു അഹ്മഖ്, അവൻ ദുഹറാകുമ്പോഴേക്കും അവന്റെ ബുദ്ധി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അവൻ മന്ദബുദ്ധി ഉള്ളവരായി മാറിയിരിക്കുമെന്ന് മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹം വീണ്ടും പറഞ്ഞു, മാ ലസിമ അഹദുന സൂഫിയ്യത 40 യൗമ ഫആദ അഖ്ലുഹു ഇലൈഹി അബദ,
ഒരാൾ സൂഫികളോടൊപ്പം ത്വരീഖത്തിന്റെ ആളുകളോടൊപ്പം ഒരു 40 ദിവസം അവൻ ചെലവഴിച്ചാൽ പിന്നീട് അവന്റെ ബുദ്ധി തിരികെ കിട്ടുകയില്ല, ബുദ്ധി അവനൊരിക്കലും തിരികെ ലഭിക്കുകയില്ല എന്ന് ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുകയാണ്. അത്രയും ഒരു വ്യക്തിയുടെ അടിമയായി കഴിയേണ്ട ഒരു നിന്ദ്യതയുടെ അവസ്ഥയിലേക്കാണ് ത്വരീഖത്തിന്റെ ആളുകൾ ചെന്നെത്തുന്നത് എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് നാം നിലകൊള്ളേണ്ടത് അത് ഇസ്ലാമിന്റെ ത്വരീഖത്താണ്. ഏതാണ് ഇസ്ലാമിന്റെ ത്വരീഖത്ത്? റസൂലുള്ളാഹി പറഞ്ഞു, വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമൻ ഫത്തബിഊഹ്, ഇതാകുന്നു നേരായ മാർഗം, ഇത് നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളുക. വലാ തത്തബിഉസ് സുബുൽ, മറ്റു മാർഗങ്ങൾ നിങ്ങൾ പിന്തുടരാൻ പാടില്ല. ഫതഫറഖ ബികും അൻ സബീലിഹി, മറ്റുള്ള മാർഗങ്ങളൊക്കെ അള്ളാഹുവിന്റെ ദീനിൽ നിന്നും അത് നിങ്ങളെ തെറ്റിച്ച് കളയുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. നാം ദിവസവും 17 തവണ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവേ നേരായ മാർഗത്തിൽ നീ ഞങ്ങളെ വഴി ചേർക്കണമേ. ഏതാണ് നേരായ മാർഗം? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അള്ളാഹുവേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ. ആരാണ് അള്ളാഹു അനുഗ്രഹിച്ച വിഭാഗം? ആരാണ്? അള്ളാഹു പറയുന്നു, ഫഉലൈക മഅൽ ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, നബിമാരുടെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, സാലിഹീങ്ങളുടെ മാർഗം, ആ മാർഗത്തിൽ നീ ഞങ്ങളെ വഴി ചേർക്കണമേ എന്നാണ് നാം പ്രാർത്ഥിക്കുന്നത്. നബിമാരുടെ നേതാവ് മുഹമ്മദ് നബിയാണ്, സിദ്ദീഖീങ്ങളുടെ നേതാവും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്, ശുഹദാക്കളുടെ നേതാവും അവർ ബദറിലും ഉഹദിലും പങ്കെടുത്തവരാണ്. സാലിഹീങ്ങൾ അവരുടെ ഒന്നാമത്തെ സ്ഥാനം അത് സ്വഹാബികൾക്കാണ്. അവരുടെ മാർഗമാണ് നാം മുറുകെ പിടിക്കേണ്ടത്. അവർക്കാർക്കും ഇത്തരത്തിലുള്ള ശൈഖ് മുരീദ് ബന്ധം അവർക്ക് ബൈഅത്ത് ചെയ്യുക, അവർ പറയുന്നതെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങുകയും അതനുസരിക്കുകയും ചെയ്യുക എന്നത് ഇസ്ലാം ദീനിൽ പരിചയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ശരിയായ ഇസ്ലാമിൽ നിലകൊള്ളുകയും ഇത്തരത്തിലുള്ള പിഴച്ച കക്ഷികളെ അതിൽ നിന്ന് പൂർണ്ണമായും വേറിട്ട് നിൽക്കുകയും അതിൽ അകപ്പെട്ടു പോയ ആളുകളെ ഗുണദോഷിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ദീനിലായി മരിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.